വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്ക് ഞാൻ വായിച്ചു കൊള്ളാം. ആ 1-ാമത്തെ വാക്യം കംപ്ലീറ്റായിട്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നില്ല. അതിലെ ഒറ്റ വാക്കാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തുറക്കുക. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പുതിയ നിയമത്തിൻ്റെ 27 പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനം ബൈബിളിൽ കാണുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തോടുള്ള ബന്ധത്തിൽ, അവിടുത്തെ ജഡാവതാരത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. യേശുക്രിസ്തു ഇന്നലെ, യേശുക്രിസ്തു ഇന്ന്, യേശുക്രിസ്തു നാളെ. ഇന്നലെ അവിടുന്ന് ജഡം ധരിച്ച് ഇറങ്ങി വന്നവനാണ്. ഇന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലഭാഗെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്. നാളെ അവിടുന്ന് പുനരാഗമിക്കുന്ന രാജാവാണ്. ഇങ്ങനെയാണ് നമുക്ക് പുതിയ നിയമത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ഏക പ്രവചന ഗ്രന്ഥം അതാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇതാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആമുഖങ്ങളോ അതിൻ്റെ ഇതര വിഷയങ്ങളോ ഒന്നും ഇന്ന് രാത്രിയിൽ പറയുവാനുള്ള നേരം എൻ്റെ മുൻപിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിലകളിലൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡയറക്റ്റ് വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ആ 1-ാമത്തെ വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്ക് കണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. എല്ലാവരും കൂടെ ഒന്ന് ഒന്നുകൂടെ പറഞ്ഞേ. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഈ വാക്കിനെ 2 നിലകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, യേശു ക്രിസ്തു നൽകിയ വെളിപ്പാട്. അതന്നെ യേശു ക്രിസ്തു നൽകിയ വെളിപ്പാടെന്ന് പറയുന്നത് വളരെ കാര്യമായി ശ്രദ്ധിക്കണം. നമ്മൾ ഈ 1-ാം വാക്യത്തിൽ തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് പറയുന്ന വാക്ക് കണ്ടോ? ആ വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്നത് ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുന്ന ഭാവിപരമായി സംഭവിക്കേണ്ടുന്ന സംഭവങ്ങളുടെ അവതരണം. അതാണ് യേശുക്രിസ്തു നൽകിയ വെളിപ്പാട് എന്ന് പറയുന്നത്. ആ വാക്കിന് 2-ാമതൊരു ഭാഷ്യം കൂടെ ഉണ്ട്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൻ്റെ മറ്റെങ്ങും കാണാത്ത വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ, അവിടുത്തെ ഔന്നത്യത്തെ, അവിടുത്തെ ശ്രേഷ്ഠതയെ വരച്ചു കാട്ടുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒന്നുകൂടെ ഞാൻ പറയാം. ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ മറ്റെങ്ങും കാണാത്ത ചിത്രം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനെ കുറിച്ച് മറ്റെങ്ങും പറയാത്ത നാമങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തു നൽകിയ വെളിപ്പാട് ആയിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കൂടെയാണ്. ഞാൻ പുസ്തകം പഠിച്ചപ്പം യേശുവിനെ കുറിച്ച് 105-ൽ പരം നാമങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. 105-ൽ പരം നാമങ്ങൾ. ആദിയാണ്, അന്തമാണ്, ആൽഫയാണ്, ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, ഇടയനാണ്, ഇടയശ്രേഷ്ഠനാണ്, ഇമ്മാനുവേലാണ്,
ഉദയമാണ്, ഉദയനക്ഷത്രമാണ്, ഉയരത്തിൽ നിന്നുള്ളവനാണ്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഈ 105 പരം നാമങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു പുസ്തകത്തിൽ ഏറ്റവും അധികം നാമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വെളിപ്പാട് പുസ്തകമാണ്. അതാ ഞാൻ പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. നമ്മൾ ആ വിധത്തിലാണ് ഇന്നത്തെ ചിന്ത കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഈ വെളിപ്പാടിൻ്റെ സവിശേഷത ഞാൻ നിങ്ങളോട് പറയാം. അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നതാണ്. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചോണം. അദ്ദേഹം പറയുന്നുണ്ട്, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എങ്ങനെയാണ് പൗലോസ് എല്ലാം ഛേദമെന്ന് എണ്ണുന്നത്? പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം. ആരെക്കുറിച്ച്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഞാൻ മനസ്സിലാക്കുന്നത് പറയാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഒന്നുകൂടെ ആളത്വത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച്, സ്വഭാവ മഹിമയെക്കുറിച്ചുള്ള ആ പരിജ്ഞാനം തൻ്റെ അകത്തോട്ട് കയറിയപ്പം തന്നെ സംബന്ധിച്ചുള്ളതെല്ലാം, തനിക്കുള്ളതെല്ലാം, മതത്തിന് നൽകാൻ കഴിയുന്നതെല്ലാം, ലോകത്തിന് നൽകാൻ കഴിയുന്നതെല്ലാം ആ പരിജ്ഞാനത്തിൻ്റെ മുൻപിൽ ഛേദമെന്ന് എണ്ണി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതാ ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ക്രിസ്തു നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വന്നാൽ മറ്റുള്ള എല്ലാറ്റിനെയും ഛേദം എന്നെണ്ണും. അങ്ങനെയുള്ളവരാ പറയുന്നത്, ലോകം എൻ പിൻപേ, ക്രൂശ് എൻ്റെ മുൻപേ. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം ക്രിസ്തുവിനായിരിക്കണം. ബാക്കിയുള്ളതെല്ലാം, നമുക്കുള്ളതെല്ലാം, ലോകം തരുന്നതെല്ലാം, നമ്മെ ത്രസിപ്പിക്കുന്നതെല്ലാം, നമ്മെ ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതെല്ലാം, നമ്മെ ഭ്രമിപ്പിക്കുന്നതെല്ലാം പിന്നിലേക്ക് മാറിപ്പോയിട്ട് യേശു എന്ന വെളിപ്പാട്, യേശുവിൻ്റെ ആളത്വത്തിൻ്റെ വെളിപ്പാട് ഇന്ന് രാത്രിയിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരണം. അതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. വാസ്തവത്തിൽ സകലത്തെയും തൻ്റെ പിന്നിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളുന്നത് പോലെ ക്രിസ്തുവിനെ മാത്രം മുന്നിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം പിന്നിലേക്ക് തള്ളുന്ന ഒരു മനോഭാവത്തിലേക്ക് പൗലോസ് എത്തി. ഇനിയും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ വെളിപ്പാടിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ അടുത്ത ഒരു കാര്യം 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ. അത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ച്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയവർ. അപ്പോൾ ലോകത്തിൻ്റെ മാലിന്യം വിടുക എന്നല്ല, വിട്ടിട്ട് ഓടാൻ ഒരുത്തനെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ഹല്ലേലൂയ. നിങ്ങളെ വല്ലാതെ അടിമപ്പെടുത്തുന്ന, നിങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന പാപത്തിൽ നിന്ന് വിജയിക്കാൻ നിങ്ങൾക്കൊരു കുറുക്കു വഴി വേണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് വന്നാൽ മതി. അതാ പൗലോസ് പറയുന്നത്, ഈ പരിജ്ഞാനം നിമിത്തം ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടുക. അവിടെ ലോകം എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടുക. ഇനി അതിൻ്റെ ഒരു
മൂന്നാമത്തെ പ്രയോജനമുണ്ട്. അതൊരു ഭയങ്കര പ്രയോജനമാണ്. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ഭക്തിക്കും ജീവനും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ ക്രിസ്തു പരിജ്ഞാനം ഭക്തിക്ക് വേണ്ടിയതും തരുന്നു, ജീവന് വേണ്ടിയതും തരുന്നു. ആ ഭക്തി ജീവൻ എന്നുള്ളത് ഞാനതങ്ങ് കോമൺ ആക്കിയിട്ട് പറയുക. ഭക്തി എന്ന് പറയുമ്പോൾ ആത്മീക വിഷയവും ജീവൻ എന്ന് പറയുമ്പോൾ ഭൗതിക വിഷയവുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്ത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആത്മീക ജീവന് വേണ്ടുന്നതും ഭൗതിക ജീവന് വേണ്ടുന്നതും അതിനകത്ത് കർത്താവ് നൽകിയിരിക്കും. ഒരാമയും പറഞ്ഞാട്ട് 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് ജനത്തെ ആശീർവാദം കഴിഞ്ഞ് വീട്ടിലേക്ക് വിടാൻ നേരത്ത് കേട്ട വചനത്തിൽ ബലപ്പെട്ട് പൊക്കോളാനല്ല കർത്താവ് പറഞ്ഞത്. ഇവരെ ഇങ്ങനെ വെറുതെ വിടാൻ എനിക്ക് മനസ്സില്ല, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്. കർത്താവിന് നമ്മുടെ ആത്മീക വിഷയത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളതുപോലെ തന്നെ കർത്താവിന് നമ്മുടെ ഭൗതിക വിഷയത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അത് നമ്മൾ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. എവിടെയാണ് ഭക്ഷണത്തിൻ്റെ ആവശ്യം അവിടെ കൃത്യമായിട്ട് കർത്താവ് നൽകിയിട്ടുണ്ട്. രാത്രി മുഴുവൻ കടലിൽ വല വീശി ബന്ധപ്പെട്ട ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് വലിയൊരു ദൈവശാസ്ത്ര വിഷയത്തിൻ്റെ അവതരണവുമായിട്ടല്ല പോയത്. കനലിന്മേൽ ചുട്ട അടയും, സ്തോത്രം, ആമേൻ, മീനും തയ്യാറാക്കിയിട്ട് ആമേൻ കർത്താവ് അവരുടെ അടുക്കലേക്ക് ചെല്ലുക. നല്ലൊരു പാട്ടുണ്ട്, അത് സംബന്ധമായി പാടുന്നില്ല. ഹല്ലേലൂയ. എത്ര ദൂരം നിന്നെ വിട്ട് ഓടി ഞാൻ, അത്ര നേരം കാത്തുനിന്ന് എന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു യേശു രക്ഷകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ കർത്താവിൻ്റെ സ്നേഹം. അങ്ങോട്ട് ചെന്നപ്പം ദൈവശാസ്ത്ര വിഷയങ്ങളുടെ അവതരണമായിട്ടല്ല കർത്താവ് ചെന്നത്. അവർക്കാവശ്യം അപ്പമായിരുന്നു. അപ്പം തയ്യാറാക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളോട് കർത്താവ് അവരോട് സംസാരിച്ചത്. നമുക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുക. സ്തോത്രം. അപ്പോൾ ആത്മീക വിഷയവും ഭൗതിക വിഷയവും ഹല്ലേലൂയ ഈ പരിജ്ഞാനത്തിനകത്ത് കർത്താവ് തയ്യാറാക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ശ്രേഷ്ഠത 1, 2, 3 എന്ന ക്രമത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന മറ്റെങ്ങും കാണാത്ത ചില വാക്കുകളുടെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. നിങ്ങൾ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 3 കാര്യങ്ങൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 3 നാമങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഒന്നുകൂടെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഈ വാക്ക് ഒരിടത്തുകൂടെ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അത് 8-ാമത്തെ വാക്യത്തിലാണ്. ഒന്ന് നോക്കിക്കോ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ യേശുവിനെ വിളിച്ചിരിക്കുന്ന പേര് ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുക. ഇരുന്നവൻ എന്ന് പറയുമ്പോൾ ഇന്നലെയാണ് ഇരുന്നത്, ഇന്ന് ഇരിക്കുന്നവനാണ്, നാളെ അവിടുന്ന് വരുന്നവനുമാണ്. ഇന്നലെ ഇരുന്നവൻ, ഇന്ന് ഇരിക്കുന്നവൻ, നാളെ വരുന്നവൻ. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇന്നലെ എവിടെയാ ഇരുന്നത്, ഇന്ന് എവിടെയാ ഇരിക്കുന്നത്, നാളെ എന്തിനാണ് വരുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകല കാലത്തിലും ഉള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞോണം. ഇരുന്നത് ഭൂതകാലവും ഇരിക്കുന്നത് വർത്തമാനകാലവും വരുന്നത് ഭാവി കാലത്തിലാണെങ്കിൽ ഇന്നലെ ഭൂതകാലത്തിലും ഇന്ന് വർത്തമാന കാലഘട്ടത്തിലും നാളെ ഭാവി കാലത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവനായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സകല കാലത്തിലും നിലകൊള്ളുന്നവനായി ഇന്നും നമ്മുടെ നടുവിലുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഇരുന്നവൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇരുന്നത്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവരൂപത്തിൽ ഇരിക്കെ. വാസ്തവത്തിൽ ആ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന വാക്ക് മലയാളത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപം പോലെ ഇരിക്കെ എന്നൊക്കെ ചിലപ്പോൾ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. സത്യത്തിൽ അതിനെ അല്പം കൂടെ കാര്യമായി വിശദീകരിക്കണം. ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുമ്പോൾ കണ്ടംപററി ഇംഗ്ലീഷ് വെർഷനിൽ ആ ഭാഗം പറയുന്നത് ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ് എന്നാണ്. ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ്, ദൈവമായിരുന്നവൻ. ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നു ഹി ഓൾവേസ് ഹാഡ് ദ നേച്ചർ ഓഫ് ഗാഡ്. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകളിൽ ഇരുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ ഇന്നലെ ആരാണ് ഇരുന്നത്? പുരാതനത്വമുള്ളവനായി. ഇന്നലെ ആരായിട്ടാണ് ഇരുന്നത്? സൃഷ്ടികർത്താവായി. ഇന്നലെ ആരായിട്ടായിരുന്നത്? ദൈവമായിട്ട് ഇരുന്നവൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ആ ദൈവം എന്ന പദം ഒന്ന് തൊട്ടതുകൊണ്ട് സ്തോത്രം, അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിനെതിരെ, യേശുക്രിസ്തുവിൻ്റെ നിത്യത്വത്തിനെതിരെ, യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനെതിരെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ എക്കാലത്തും കടന്നാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവശാസ്ത്ര വിഷയത്തിൽ ഇത്രയധികം ആക്രമിക്കപ്പെട്ട വേറൊരു ഏരിയ ഇല്ല. ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട ഏരിയ ക്രിസ്തുശാസ്ത്രമാണ്. അവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ക്രിസ്തുശാസ്ത്രം ഇത്രയധികം ആക്രമിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുശാസ്ത്രം ആക്രമിക്കപ്പെട്ടാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നട്ടെല്ല് തകരും എന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ അന്നും ഇന്നും ക്രിസ്തുശാസ്ത്രത്തിനെതിരെ, യേശു ക്രിസ്തുവിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിലവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് യേശു ക്രിസ്തു ദൈവമല്ല എന്നാണ്. ഇന്നും കവലകൾ തോറും ഈ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും റസൽ മതക്കാരുൾപ്പെടെയുള്ള, റസൽ മതക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല, യഹോവ സാക്ഷികൾ എന്നവരെ വിളിക്കാം. യഹോവ സാക്ഷികൾ കേട്ടിട്ടുണ്ടോ? യഹോവ സാക്ഷികൾ അറിയാം, സ്തോത്ര. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ യേശു ക്രിസ്തു കുട്ടി ദൈവമാണ്, യേശു ക്രിസ്തു ക്രിയേഷനാണ്, സൃഷ്ടിയാണ് എന്ന് പറയുന്നവരാണ്. പക്ഷെ ബൈബിൾ യേശു ക്രിസ്തുവിനെ ക്രിയേറ്ററായിട്ടാണ് വെളിപ്പെടുത്തുന്നത്, കുട്ടി ദൈവം എന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിശേഷിച്ച് ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നാണ് യേശുവിനെ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ആ വാക്ക് ശ്രദ്ധിച്ചോ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, യേശു ആരാ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, യേശു ആരാ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. പോരാ, ഉച്ചത്തിൽ ആ വാക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞേ, യേശു ആരാ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ചിലർ ചിന്തിക്കുന്നത് പോലെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവല്ല. ചിലർ ചിന്തിക്കുന്നത് പോലെ യേശു കർത്താവ് ഒരു മതാധ്യക്ഷനല്ല. ചിലർ ചിന്തിക്കുന്നത് പോലെ യേശു ക്രിസ്തു ഒരു വിപ്ലവാചാര്യനല്ല. ചിലർ ചിന്തിക്കുന്നത് പോലെ യേശു ക്രിസ്തു, സ്തോത്രം സ്തോത്രം, ഒരു റബ്ബി മാത്രമല്ല. യേശു കർത്താവ് ആരാണ്? അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ജഡത്തിൽ ഇറങ്ങി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉപദേശിയെ? പറഞ്ഞിട്ടുണ്ട് പ്രിയരെ. ബൈബിളിൽ അങ്ങനെ പറയുന്നത് യേശു ജഡത്തിൽ ഇറങ്ങി വന്ന ദൈവമാണ്. എവിടെയാ പറയുന്നത്? 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്നാണ്. 6 കൂട്ടം കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ 1-ാമത്തെ കാര്യമാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളത്തില് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു. അപ്പൊ ആരാണ് യേശു ക്രിസ്തു? ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തതാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ പലരും മിണ്ടുന്നില്ല. ആരാ യേശു ക്രിസ്തു? ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തവൻ.
അതുകൊണ്ട് ഈ KV സൈമൺ സാർ അതിനെക്കുറിച്ച് പാടിയിട്ടുള്ളത് വളരെ ഗാംഭീര്യമുള്ള ഒരു പാട്ട്. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതി കന്യകയിൽ ജാതനായി വന്ന, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതി കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന് യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്നു യേശുദേവൻ. അടുത്ത വാക്ക് കേട്ടോണം, പട്ടിനുള്ള മൂലവസ്തുവിനെ സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ബേഥൽഗേം എഫ്രാത്തയിൽ കീറ്റുശീലയ്ക്കകത്ത് കിടക്കുന്ന ആ കൊച്ചു ചോരക്കുഞ്ഞ് ആരാണ്? പട്ടിനുള്ള മൂലവസ്തുവിനെ സൃഷ്ടി ചെയ്ത ദൈവം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അവിടെ ഒരു ചോദ്യമുണ്ട്, ദൈവമേ അങ്ങ് എന്തിനാണ് ഈ കീറ്റുശീലയിൽ ഒരു ശിശുവായി അവതരിപ്പിച്ചത്? ഉത്തരം എബ്രായ ലേഖനമാണ് പറയുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതോ ഒരു യാഗം കൊണ്ട്, ഒരു യോഗം കൊണ്ട്, ഏതോ അർപ്പണം കൊണ്ട്, തർപ്പണം കൊണ്ട്, ഏതോ കർമ്മകാണ്ഡങ്ങൾ കൊണ്ട്, ഏതോ ചില പദ്ധതികൾ കൊണ്ട് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയത്തില്ല. തീർത്ഥയാത്രകൾ കൊണ്ട്, നേർച്ചകൾ കൊണ്ട്, കാഴ്ചകൾ കൊണ്ട് ആമേൻ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇതെല്ലാം മനുഷ്യൻ ചെയ്തു നോക്കിയെന്ന് കേട്ടോ. മനുഷ്യൻ പല നിലകളിൽ രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളെ അവലംബിച്ചു നോക്കി. പണ്ട് കാലഘട്ടം തൊട്ട് പല ടൈപ്പ് ആരാധനയുണ്ട്. വൃക്ഷാരാധനയുണ്ട്, മൃതാരാധനയുണ്ട്, മൃഗാരാധനയുണ്ട്, ശിലാരാധനയുണ്ട്, വീരാരാധനയുണ്ട്. തന്നെക്കാൾ വലിപ്പമേറിയ, തന്നെക്കാൾ ശക്തിയുള്ള, തന്നെക്കാൾ ഔന്നത്യമുള്ള എന്ന് തോന്നിയ സർവ്വതിനെയും മനുഷ്യൻ ആരാധിച്ചു നോക്കി. രക്ഷപ്പെടുവാൻ കഴിയുമോ എന്ന്. മൃതശരീരങ്ങളെ ആരാധിക്കുന്ന മൃതാരാധന, വലിപ്പമുള്ള മൃഗങ്ങളെ ആരാധിക്കുന്ന മൃഗാരാധന, ശക്തിയുള്ള വീരന്മാരെ ആരാധിക്കുന്ന വീരാരാധന, വമ്പൻ പാറകളെ ആരാധിക്കുന്ന ആമേൻ ശിലാരാധന, ഇങ്ങനെ പല ടൈപ്പ് ആരാധനകൾ. ഈ ആരാധനകളൊക്കെ ചെയ്തു നോക്കിയിട്ടും മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയാതെ അവൻ അമ്പെ പരാജയപ്പെട്ടപ്പോൾ സകല വായും അടഞ്ഞ്, റോമാലേഖനം 3-ാം അധ്യായത്തിൽ ഇത് വായിക്കുന്നുണ്ട്. അങ്ങനെ സകല വായും അടഞ്ഞു, എല്ലാ നാവും അടഞ്ഞു പോയി. രക്ഷപ്പെടുവാൻ കഴിയാതെ, രക്ഷപ്പെടുത്താൻ കഴിയാതെ സകല നാവും അടഞ്ഞു പോയപ്പോൾ രക്ഷകനാകാൻ ദൈവമായിരുന്നവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരെ പോലെ ജഡം ധരിച്ചിറങ്ങി വന്ന മഹൽ സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തു. കരങ്ങൾ ഉയർത്തി ആത്മാവിൽ യേശുവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. സാക്ഷാൽ ദൈവം ജഡം ധരിച്ചിറങ്ങി വന്നു. അത് ഫിലിപ്പിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തോടുള്ള സമത്വം
മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, കേട്ടോ, തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ദൈവത്വത്തിൻ്റെ സകല വിശേഷതകളുമില്ലേ, അയ്യോ അതൊന്നും പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ പ്രസംഗത്തിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു വാക്കാ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഒന്നുകൂടെ ഞാൻ പറയാം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. നിങ്ങളുടെ മുൻപിൽ ഈ സ്റ്റാൻഡിലൊക്കെ ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം LED ലൈറ്റാണ്, സ്റ്റേജിൽ മാത്രമേ ഒരു ഹാലജൻ ലൈറ്റ് ഇരിപ്പുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ LED ലൈറ്റ് എൻ്റെ ചിന്തയിൽ ഒരു 200 വാട്ടിൻ്റെ ലൈറ്റായിരിക്കുന്നത്. നിങ്ങളൊരു 10 സെക്കൻഡ് ആ ലൈറ്റിലേക്ക് ഒന്ന് നോക്കിക്കേ. ഒരു 10 സെക്കൻഡ് ആ ലൈറ്റിലേക്ക് ഒന്ന് നോക്കിയിട്ട് പിന്നീട് എന്നെ ഒന്ന് നോക്കിക്കേ. കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റുമെന്നൊന്ന് പറ. ഈ വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരതെ ഈ ലൈറ്റിലേക്ക് ഒന്ന് നോക്കിക്കോ. ഒരു 10 സെക്കൻഡ് നോക്കിയാൽ മതി. എന്നിട്ട് ഈ ഓഡിയൻസിനെ ഒന്ന് നോക്ക്. കാണാൻ പറ്റുമെങ്കിൽ പിന്നീട് എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെളിച്ചത്തിൻ്റെ തീവ്രതയിൽ മനുഷ്യന് കാഴ്ചയല്ല ഉണ്ടാകുന്നത്. വെളിച്ചത്തിൻ്റെ തീവ്രതയിൽ മനുഷ്യന് കാഴ്ചയ്ക്ക് പകരം അന്ധതയാ ഉണ്ടാകുന്നത്. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ കേട്ടോ. ആ ഉന്നതനായ ദൈവം, ആ തേജസ്സിന്റെ പ്രഭയിൽ ആമേൻ വിരാജിച്ചവനായ ദൈവം, ഹല്ലേലൂയ, വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന ആമേൻ ആ തേജസ്സിൽ വസിച്ച ദൈവം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവം, സ്വർഗസിംഹാസനത്തിൽ താതന്റെ മാർവിൽ ദൂതന്മാരുടെ സേവയിൽ ഇരുന്നവനായ ദൈവമായ യേശു ക്രിസ്തു മനുഷ്യനെ രക്ഷിക്കാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് എൻ്റെ കർത്താവ് നമ്മെ രക്ഷിക്കാൻ ജഡം ധരിച്ച് ഇറങ്ങി വന്നതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൻ്റെ ഉത്ഭവം അങ്ങ് ബേഥൽഹേം എഫ്രാത്തയിലല്ല, അവിടെ ജഡത്തിൽ അവിടുത്തെ ജീവിതം ആരംഭിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ജഡധാരണമാണ് ബേഥൽഹേം എഫ്രാത്തയിൽ സംഭവിച്ചത്. മീഖ 5:2 പറയുന്നു, അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതുമാണ്. പുരാതനനായവൻ, പണ്ടേ ഉള്ളവൻ, ആ കർത്താവ് നമ്മെ രക്ഷിക്കാൻ ജഡം ധരിച്ചു ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നെ തേടി നീ മണ്ണിൽ വന്നോ, എന്നെ തേടി നീ മണ്ണിൽ വന്നോ, എന്നെ സ്നേഹിച്ചാകയാ തൻ ജീവൻ തന്നോ, എന്നെ സ്നേഹിച്ചാകയാ തൻ ജീവൻ തന്നോ. നിങ്ങൾ ആ പാട്ടിന്റെ വരി കേട്ടോ, പഴയ പാട്ടാ. എന്നെ തേടി നീ മണ്ണിൽ വന്നോ. അതിന്റെ ആരംഭം എങ്ങനെയാണെന്നറിയാമോ? ബലഹീനനാകും, എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നിതാ. ബലഹീനരാകുന്ന നമ്മെ തേടി. അതിനകത്ത് ഈ നമ്മെ പറയുന്ന കുറെ വാക്കുകളുണ്ട്. അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ എന്നരികിലെന്നെ ചേർത്തണക്കണേ, അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണക്കണേ. നമ്മളിൽ അറിവുകേടുകളെ ഉള്ളൂ. ആ പാട്ടിൽ അടുത്ത ഒരു വരിയുണ്ട് കേട്ടോ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, കാൽവരിയിലെ വിജയി നീ കൈപിടിക്കേണേ. നമ്മൾ ആരാ? നമ്മൾ ബലഹീനരാണ്. ഹല്ലേലൂയ. അപ്പം തോൽവിയാണ് നമ്മളിലുള്ളത്, അറിവുകേടാണ് നമ്മളിലുള്ളത്, ബലഹീനരാണ് നമ്മൾ. പക്ഷെ നമ്മളെ തേടി വാഴ്ത്തപ്പെട്ട കർത്താവ് ഇറങ്ങി വന്നെന്ന്, അവൻ ദൈവമായിരുന്നവൻ. അതാ ഞാൻ പറഞ്ഞത്, ഇരുന്നവൻ സ്വർഗമഹിമയിൽ കർത്താദി കർത്താവായി സാക്ഷാൽ ദൈവമായി ഇരുന്നവൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇരുന്നവൻ, ഇരിക്കുന്നവൻ,
വരുന്നവൻ. ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണം. ഹല്ലേലൂയ. എനിക്കതൊക്കെ വിശദീകരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കേട്ടോണം. താതൻ സന്നിധിയിൽ എൻ പേർക്ക് സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥൻ. എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവിടുന്ന് ഇരിക്കുക. ഒരാമയും പറഞ്ഞാട്ട്, അവിടെ എന്തിനാണ് കർത്താവെ പക്ഷവാദം ചെയ്യുന്നത്? ഞാനത് ഒറ്റ വാക്കി പറഞ്ഞു വിടാം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നില്ല, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി ഇരിക്കുക കേട്ടോ. വെട്ടട്ടെ, തോട്ടക്കാരൻ വന്ന് യോജിക്കുക, വെട്ടട്ടെ, വെട്ടിക്കളയട്ടെ. പക്ഷേ പക്ഷവാദം ചെയ്യുന്നവൻ തോട്ടക്കാരന്റെ മുൻപിൽ നിന്ന് അപേക്ഷിക്കുക, 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, കിളച്ച് വളമിടാം, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. സത്യത്തിൽ ഇന്ന് രാത്രിയിൽ ഈ യോഗ സ്ഥലത്തിൽ ഇരിക്കുന്നവർ കേട്ടോണം, ഈ ശബ്ദപരിധിക്കകത്തിരിക്കുന്നവർ കേട്ടോണം കേട്ടോ. വെട്ടാൻ ഒരു കോടാലി ഓങ്ങിയതാ, ഫലം കായ്ക്കാത്തതിന്റെ പേരിൽ വെട്ടിക്കളയാൻ കോടാലി ഓങ്ങിയതാ. പക്ഷെ പക്ഷപാതം ചെയ്യുന്നവൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ജീവനോടെ ഇരിക്കുന്നത് അല്ലേ എന്നെ വെട്ടിക്കളയേണ്ടത്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവന് ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന് പറയാൻ ഈ രാത്രി എത്ര പ്രിയപ്പെട്ടവരുണ്ട്? വെട്ടാനിട വന്നില്ലല്ലോ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അത് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മനിറവിൽ അഭിഷേകത്തിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഓ ജീസസ്, വെട്ടിക്കളഞ്ഞില്ല. അപ്പൊ ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, ഇനിയും അവിടുന്ന് വരുന്നവനാണ് കേട്ടോ. ഹല്ലേലൂയ. വരുന്നവൻ. അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ എല്ലാം ഹൃദയത്തിൻ്റെ ഒരു ഭയങ്കര ഒരു റവലേഷനാണ് കർത്താവിൻ്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു വിടാം. ഒരു പരുന്ത് ഒരു കോഴിക്കുഞ്ഞിനെ അതിൻ്റെ കാലിൽ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ, അതിന് റാപ്ചർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. റാപ്ചർ, സ്തോത്രം. തട്ടിയെടുക്കുക, എടുത്തുകൊണ്ടു പോകുക, മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുക, സ്ഥലം മാറ്റുക എന്നൊക്കെ പറയാൻ കഴിയും. ഒരു പരുന്തൊരു കോഴിക്കുഞ്ഞിനെ അതിൻ്റെ കാലിൽ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ, രോഗമില്ലാത്ത, മരണമില്ലാത്ത, ബലഹീനതകളില്ലാത്ത, തിന്മയില്ലാത്ത, നന്മയില്ല മാത്രമുള്ള ഹല്ലേലൂയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കർത്താവ് എടുത്തുകൊണ്ട് പോകാൻ അവിടുന്ന് വരാൻ പോകുകയാണ്. ലോകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഇനിയുമുള്ളത് 3-ാം ലോക മഹായുദ്ധമായിരിക്കുകയല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവായിരിക്കും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പ്രത്യാശയിൽ നിറഞ്ഞു നിന്നിട്ട് ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്നൊന്ന് പറയാൻ പറ്റും? ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഒരു വാക്കൂടെ അതിനോട് ആടിയത് പറഞ്ഞു, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. ഇന്ന് രാത്രി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വേഗം വരട്ടെ. അതിനായിട്ട് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇത്, ആമേൻ കർത്താവായ യേശുവേ വരണമേ. അപ്പൊ അവിടുന്ന് ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുന്നവനാണ്. ഇനി നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന 2-ാമത്തെ ഭാഗത്തിലേക്ക് വരണം. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. അവിടെ ശ്രദ്ധിച്ച്, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നത്? അതിലെ 1-ാമത്തെ കാര്യം, യേശു സാക്ഷ്യമാണ് പറയുന്നതെന്ന് കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും കർത്താവ് തന്നെ താൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:18 ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 18:37 സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. സ്തോത്രം. ഇനിയും 2 തിമോത്തിയോസ് 2:13 ആമേൻ അവൻ വിശ്വസ്ത സാക്ഷിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് 3:14 യേശുവിനെ വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭം
എന്ന് യേശുവിനെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന്, യേശു താനായി തന്നെ സാക്ഷി എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസ്ത സാക്ഷി എന്ന് തന്നെ പറയാം. ഇനി അതിൻ്റെ രണ്ടാമത്തെ കാര്യം, പിതാവായ ദൈവത്തിന് മാനവജാതിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. യോഹന്നാൻ 1:18 തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തെ മനുഷ്യന് കാണണോ? ദൈവത്തെ മനുഷ്യന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ പറ്റിയ ഒരൊറ്റ സാക്ഷി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവിടുന്ന് സാക്ഷിയാണ്, ദൈവത്തെ വെളിപ്പെടുത്തിയ സാക്ഷി. ഇനി പൗലോസും മറ്റുമൊക്കെ യേശുവിനെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ കാണണോ? യേശുവിനെ നോക്ക്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തെ കാണണോ? ക്രിസ്തുവിനെ നോക്ക്. അതാണ് അതിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. 1 ഇരുന്നവൻ, 2 ഇരിക്കുന്നവൻ, 3 വരുന്നവൻ, 4 വിശ്വസ്ത സാക്ഷി, 5 യേശുവിനെ വിളിച്ചിരിക്കുന്ന പേരെന്നറിയാമോ? മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. ഒന്നുകൂടെ, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. അവിടെ ന്യായമായ ചോദ്യം പലരും ചോദിച്ചേക്കാം, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്ന് യേശുവിനെ വിളിക്കാൻ പറ്റുമോ ഉപദേശിയെ? യേശു മരിക്കുന്നതിന് മുൻപ്, യേശു ഉയർക്കുന്നതിന് മുൻപ് മറ്റു പലരും ഉയർത്തിട്ടില്ലേ? ഉണ്ടെന്ന്, മറ്റു പലരും ഉയർത്തിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17:17, 2 രാജാക്കന്മാർ 4:35, 2 രാജാക്കന്മാർ 13:20. പഴയ നിയമത്തിൽ 3 ഉയർപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉയർപ്പ് എന്ന് പറയുന്നത് വീട്ടുടമക്കാരത്തിയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി, ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസം ഇല്ലാതെയായി. പ്രവാചകൻ അവനെ ഉയർപ്പിക്കുന്നുണ്ട്. ഇനിയും അടുത്തതൊന്ന്, ഇതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മകൻ ബാലൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ പെട്ടെന്ന് മരിക്കുകയാണ്. ആമേൻ. പ്രവാചകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ബാലനും സൗഖ്യമായി, ആ ബാലനും ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ 2 രാജാക്കന്മാരുടെ പുസ്തകം 13:20 ആമേൻ, ഗുഹയിൽ നിന്ന് ഒരു ശവം ചാടി എഴുന്നേറ്റതായി നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ 3 ഉയർപ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശു ഉയർക്കുന്നതിന് മുൻപ് 3 ഉയർപ്പ് നടന്നിട്ടുണ്ട്. യായിർമോസിന്റെ 12 വയസ്സുള്ള മകൾ, നയീനിലെ പട്ടണത്തിലെ വിധവയുടെ മകൻ, 3 സ്തോത്രം, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസർ. 3 ഉയർപ്പുകൾ നടന്നിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം പഴയ നിയമത്തിൽ 3 ഉയർപ്പ്, പുതിയ നിയമത്തിൽ 3 ഉയർപ്പ്. എന്നിരിക്കെ യേശുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതൻ എന്ന് പറയാൻ എങ്ങനെ പറ്റുമെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, ബൈബിൾ അതിന് കൃത്യമായ ഉത്തരം തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ മരിച്ചിട്ട് ഉയർത്തവരും പുതിയ നിയമത്തിൽ യേശുവിന് മുൻപ് മരിച്ചിട്ട് ഉയർത്തവരും ഉയർത്തതെല്ലാം വീണ്ടും മരിക്കുന്ന ഒരു ശരീരത്തിൽ തന്നെയാണ്, അല്ലേ? ലാസർ ഉയർത്തു, ലാസർ പിന്നെ മരിച്ചു. യായിറോസിന്റെ 12 വയസ്സുള്ള മകൾ ഉയർത്തു, അവൾ പിന്നെ മരിച്ചു, അല്ലേ? അപ്പൊ അങ്ങനെ ഉയർത്തവരെല്ലാം പിന്നെ മരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കേൾക്കണം പ്രിയരെ, മരിച്ചിട്ടൊരിക്കലും, ആമേൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഒരിക്കലും മരിക്കാൻ പറ്റാത്ത വിധം ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ. അത് ആരാന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ മരണത്തിന് ഇനി അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശു ആരാ? അതുകൊണ്ടാണ് പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവിടുന്ന് ആദ്യജാതൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉയർത്തിക്കാട്ടാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. ആ യേശുവിനെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി വരച്ചു കാട്ടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അതിന് വേറൊന്നിൻ്റെ അകമ്പടി വേണ്ട, വേറൊന്നിൻ്റെ മേമ്പൊടി വേണ്ട. യേശുവിനെ യേശു ആയിരിക്കുന്നത് പോലെ തന്നെ അങ്ങ് ഉയർത്തിയാൽ മതി. ഇന്ന് രാത്രി എൻ്റെ പ്രാപ്തിക്കകത്ത് നിന്നിട്ട് എൻ്റെ കർത്താവിനെ ഈ രാത്രി ഉയർത്തി കാണിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. യേശു അതുകൊണ്ടല്ലേ പറഞ്ഞേ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ
മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മനുഷ്യപുത്രനെ ഉയർത്തണം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് രാത്രി അതാ ഇവിടെ ചെയ്യുന്നത്. അതെ, ഈ വാക്കുകളെല്ലാം ഞാൻ പറയുമ്പോൾ ഒരു കാര്യം അറിഞ്ഞോണോ, അവനൊപ്പം പറയാൻ ഒരാളില്ല കേട്ടോ. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഏതു വിധത്തിൽ ചിന്തിച്ചാലും യേശുവിന് തുല്യം ചൊല്ലാൻ കഴിയുന്ന വേറെ ഒരുവൻ ഉലക ചരിത്രത്തിലില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നത്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്ക്, ഇവൻ എത്ര മഹാൻ, ഇവൻ എത്ര മഹാൻ. ഇവിടെ മഹാന്മാരും മഹാരഥന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു മഹാൻ ഉലക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ ആണ്. മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. സ്തോത്രം. മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. ഇനി അടുത്ത വാക്ക്, 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഭൂരാജാക്കന്മാർക്ക് അധിപതി. അതെന്നാ ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറയുന്നത്? അത് രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഞാൻ തെളിയിക്കാം. ഭൂരാജാക്കന്മാരുടെ അധിപതി. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴുന്നവൻ, ഉന്നതനും മീതെ അത്യുന്നതൻ എന്ന് പറയുന്നത് പോലെ മനുഷ്യരുടെ രാജ്യത്വം, മനുഷ്യരുടെ രാജ്യത്വം, അതാണ് സുപ്രീം അതോറിറ്റി, മനുഷ്യരുടെ രാജ്യത്വം. എന്നാൽ ആ മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴുന്ന, സ്തോത്രം, വേറൊരു രാജാവ്. ഹല്ലേലൂയ. അതാ നമ്മൾ വായിക്കുന്നത്. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവന് അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവരറിയേണ്ടതിന്. കേട്ടോണേ, മനുഷ്യരിൽ അധമനായവന് മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴിക്കുന്നവൻ. അപ്പം സ്തോത്രം, മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴുന്ന ഉന്നതൻ. അതുകൊണ്ടാണ് യേശുവിനെ ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് വിളിക്കുന്നത്. ഭൂരാജാക്കന്മാർക്ക് അധിപതി. ദാനിയേൽ 5:21 ദൈവത്തെ ഈ വിശേഷ ലക്ഷണങ്ങളിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. അതിനു മുൻപ് നിങ്ങൾ അറിയണം എൻ്റെ പ്രിയരെ, ഭൂമിയിൽ കർത്താവ് ജഡത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ അവിടുന്ന് പ്രവാചകനാണ്. യേശു കർത്താവിന് 3 പ്രധാനപ്പെട്ട ഓഫീസുകളാണുള്ളത്. അതിൽ ജഡത്തിൽ ജീവിച്ചത് പ്രവാചകനായിട്ടാണ്. സ്വർഗത്തിൽ ഇന്നായിരിക്കുന്നത് പ്രവാചകനായിട്ടല്ല, അവിടുന്ന് പുരോഹിതനായിട്ടാണ്. അതുകൊണ്ടാണ് പക്ഷപാതം ചെയ്യുന്നത്. ഭൂമിയിൽ ഇനിയും അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് രാജാവായിട്ടാണ് വരുന്നത്. ആമേൻ. നമ്മൾ കാത്തിരിക്കുന്നത് ഒരു രാജാവിനെയല്ലേ? അല്ലേ? അവൻ രാജാവായി, അല്ലേ, വാനിൽ വെളിപ്പെടുമ്പോൾ നാം അവനിടം പറന്നുയരും. രാജാവായി അവിടുന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നമ്മൾ വേറെ പാടാറില്ലേ? രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, അല്ലേ? ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ രാജാതിരാജൻ. ആമേൻ. നമ്മൾ കാത്തിരിക്കുന്നത് രാജാതിരാജാവിനെയാണ്. പണ്ട് ആമേൻ യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, രാജാക്കന്മാരുടെ രാജാവ് നിന്റെ രാജ്യം വരണമേ. അവിടുന്ന് രാജാക്കന്മാരുടെ രാജാവാണ്. അപ്പൊ ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. 6 നാമങ്ങൾ 2 വാക്യത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1 ഇരുന്നവൻ, 2 ഇരിക്കുന്നവൻ, 3 വരുന്നവൻ, 4 വിശ്വസ്ത സാക്ഷി, 5 മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, 6 ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഇനി 6-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ പേര് കാണാം, നമ്മെ സ്നേഹിക്കുന്നവൻ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ഒന്ന് പറ, പോലെ ശബ്ദം ഉയർത്തി പറഞ്ഞേ. അയ്യോ, നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ. ഈ നമ്മളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുക കേട്ടോ. ഒന്നുകൂടെ, അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നമ്മെ സ്നേഹിക്കും. ഹല്ലേലൂയ. അതൊരു ഭയങ്കര വെളിപ്പാടാണ്. മാർവോട് അണയ്ക്കുമേ മനോഭാരങ്ങൾ നീക്കുമേ
അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. ഒന്ന് പാടാൻ പറ്റുമോ? അമ്മ നൽകും സ്നേഹം പോലെ എന്നെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ വ്യാപ്തി, കർത്താവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം ഞാൻ പറയാം. അപ്പനേക്കാൾ അധികമാണ്, അമ്മയേക്കാൾ അധികമാണ്. സ്തോത്രം. സ്റ്റാൻലിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ തമിഴ് പാടാനൊരു മടി, പ്രത്യേകിച്ച് ഈ ട്രിവാൻഡ്രം സൈഡ് ആയതുകൊണ്ട് തമിഴ് പാടാനൊരു മടി. എന്നാലും ഒരു നല്ല തമിഴ് പാട്ടുണ്ട്, നല്ലൊരു തമിഴ് പാട്ട്. തോളിൽ എന്നെ സുമന്തത് പാർത്താൽ ഉമ്മയെ അപ്പാണ് കൂപ്പിടണം, കരുവിലെന്നെ കാത്തത് പാർത്താൽ ഉമ്മയെ അമ്മാണ് കൂപ്പിടണം. അല്ലേ? ദൈവമേ, അപ്പൻ എന്നെ തോളിലെടുത്തതുപോലെ എന്നെ വഹിച്ചത് ഓർക്കുമ്പോ എനിക്ക് നിന്നെ അപ്പാന്ന് വിളിക്കണം. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അമ്മ ഒരു കേടുകൂടാതെ ഉദരത്തിൽ വഹിച്ചതുപോലെ എന്നെ വഹിച്ചത് ഓർക്കുമ്പോ എനിക്ക് നിന്നെ അമ്മയെന്ന് വിളിക്കണം. ഉമ്മയപ്പാണ് കൂപ്പിടുവേ, ഉമ്മയമ്മാണ് കൂപ്പിടുവേ. ദൈവമേ, എനിക്ക് നിന്നെ അപ്പനെന്ന് വിളിക്കണം. ദൈവ സ്നേഹം അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ജീസസ്. ഉച്ചത്തിൽ ചില മിനിറ്റുകൾ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. എന്നെ സ്നേഹിച്ചതിന് നന്ദി, എന്നെ സ്നേഹിച്ചതിന് നന്ദി, എന്നെ സ്നേഹിച്ചതിന് നന്ദി. ഇന്ന് രാത്രി ചിലരോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അപ്പനേക്കാൾ അധികം നിങ്ങളെ സ്നേഹിക്കുന്നവൻ, അമ്മയേക്കാൾ അധികം നിങ്ങളെ സ്നേഹിക്കുന്നവൻ. എത്ര പേര് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും? ഒന്നുകൂടെ ഞാൻ പറയാം, അപ്പനേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്നവൻ. ഇവിടുത്തെ സ്നേഹമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി കേട്ടോ. സൗന്ദര്യം ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്, കാശുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, മിനിസ്ട്രി ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. മിനിസ്ട്രി ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹിക്കത്തുള്ളൂ, സ്ഥാനം ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവസ്നേഹം ഒന്നുമില്ലാതെ സ്നേഹിക്കുന്നതാണ്. റോമാലേഖനം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കുകയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. മറ്റൊന്ന്, തക്ക സമയത്ത് അവിടുന്ന് അബദ്ധർക്ക് വേണ്ടി മരിക്കുകയാൽ. കണ്ടോ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ കണ്ടെത്തിയത് നമ്മുടെ മെറിറ്റുകളല്ല. ഹല്ലേലൂയ. നമ്മൾ പാപികളാണ്, നമ്മൾ അഭക്തരാണ്, പക്ഷെ സ്നേഹിച്ചു. ജീവിതം മടുത്ത് നൈരാശ്യത മൂലം ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിച്ച് നടന്ന ഇടത്ത് നിന്ന്, സ്തോത്രം, ആരുമില്ല ഒറ്റപ്പെട്ടു എന്ന് ചിന്തിച്ച ഇടത്ത് നിന്ന് കർത്താവിന്റെ സ്നേഹമല്ലേ പലരെയും കോരിയെടുത്ത് കൊണ്ടുവന്നത്. ദൈവസ്നേഹത്തിന്റെ ആഴത്തിനകത്തല്ലേ പ്രിയരെ നമ്മുടെ ആത്മീക ജീവിതം പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവൻ. അവിടുത്തെ നാമമാണ് യേശു. ആരാ? നമ്മെ സ്നേഹിക്കുന്നവൻ. അടുത്തത്, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും
പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ പാപം പോക്കുന്നവൻ. എങ്ങനെയാ പാപം പോക്കിയത്? യേശുവിനെ വിളിച്ചിരിക്കുന്ന പാപനാശക എന്ന് അല്ലേ? പാപനാശകൻ. യേശു നായക, പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിൻ ആത്മനായക അല്ലേ? അവിടുന്ന് പാപസംഹാരകനാണ്. എങ്ങനെയാ അത് സംഭവിച്ചത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് നിവർത്തിക്കേണ്ടതിന്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്റെ സുഹൃത്തെ, നീ ചെയ്ത പാപം പരിഹരിക്കാൻ നീ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ കുറ്റം, നീ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. സ്തോത്രം. അങ്ങനെയാ പാപം പരിഹരിച്ചത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ പാപത്തിന്റെ കുറ്റം, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. റോമലേഖനം 3-ാം അധ്യായം 24-25 നമ്മൾ വായിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം കർത്താവ് അതിനെ ശിക്ഷിക്കാതെ അങ്ങ് വിട്ടു. കേട്ടോ, നമ്മൾ ചെയ്ത സകല പാപത്തെയും അവിടുത്തെ പ്രായശ്ചിത്ത രക്തത്താൽ, എല്ലാവരും കൂടെ പറഞ്ഞേ പ്രായശ്ചിത്ത രക്തം, ഒന്നുകൂടെ പറഞ്ഞേ, ആ പ്രായശ്ചിത്ത രക്തത്താൽ അവിടുന്ന് ശിക്ഷിക്കാതെ അങ്ങ് വിട്ടു. അതാ വായിക്കുന്നത്. നമ്മുടെ പാപം പോക്കി. ഇന്ന് രാത്രിയിൽ പാപപരിഹാരത്തിന് വേണ്ടി 1 രൂപ മുടക്കണ്ട കേട്ടോ. പാപപരിഹാരത്തിന് വേണ്ടി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി. കരിക്കമ്പില കുലക്കേസിലെ പ്രതിയായ റെനി ജോർജിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. വെള്ളത്തൂവൽ സ്റ്റീഫനെ രക്ഷിച്ചത് അതുകൊണ്ടാണ്. തങ്കമണി കൊലക്കേസ് പ്രതി ഗീതാകൃഷ്ണൻ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് കേട്ടോ. വലപ്പാട് ജോസ് ഉൾപ്പെടെയുള്ള, സ്തോത്രം, ആർക്കും അടക്കാൻ കഴിയാത്ത ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യർ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ്. പാപം പോക്കി രക്തത്താൽ വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ യേശുവിനെ അല്ലാതെ വേറെ ആരെയാ പ്രസംഗിക്കേണ്ടത്? 2 കൊരിന്ത്യർ ലേഖനം 5:21 അത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. പാപം അറിയാത്തവനെ, ആ വാക്ക് ഒന്നുകൂടെ പറയണം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം അറിയാത്തവൻ പാപമാക്കപ്പെട്ടു. ഒന്നുകൂടെ പറയാം, പാപം അറിയാത്തവൻ പാപം ആക്കപ്പെട്ടു. അങ്ങനെയാ നമ്മുടെ പാപം പരിഹരിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ പാപമെല്ലാം അങ്ങോട്ട് ചുമത്തി. അതാ പാപം അറിയാത്തവനെ പാപമാക്കി. പാപം ചെയ്തിട്ടില്ല, പാപം അറിയത്തില്ല, പക്ഷെ ആ പാപം യേശു ചുമന്നു. യേശുവേ, അങ്ങെന്തിനെ തകർക്കപ്പെട്ടത്? പാപം അറിയാത്തവനെ പാപമാക്കിയത്. അതാ പാപത്തിന്റെ ശിക്ഷ. പാപത്തിന്റെ ശിക്ഷ തല്ലി തകർത്ത് കളഞ്ഞു. തങ്ക തിരുമേനി തല്ലി തകർത്ത് കളഞ്ഞു. പാപത്തിന്റെ കാഴ്ച, കുരിശിൽ പാപത്തിന്റെ കാഴ്ച. യോഹന്നാൻ അതാ കാലഘട്ടങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നടന്നുപോയപ്പോൾ പാപം ചുമലിലില്ല, പക്ഷേ കുരിശിൽ കയറിയപ്പോൾ സകല ജനതയുടെ പാപം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. അവിടെയാണ് പിതാവായ ദൈവം തന്റെ മുഖം മറച്ചു കളഞ്ഞത്. മുഖം മറച്ചു കളഞ്ഞു. ഹല്ലേലൂയ. മുഖം മറച്ചു കളഞ്ഞു. പിതാവിനെ കാണേണ്ട പാപം അറിയാത്തവൻ മനുഷ്യനെ രക്ഷിക്കാൻ പാപമായി പിതാവ് മുഖം മറച്ചു കളഞ്ഞു. അതാ നമ്മൾ പാടുന്നത്, ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക. പാപത്തിന്റെ കാഴ്ച നോക്ക്.
ദൈവത്തിൻ പുത്രൻ പാപത്തിന്റെ കാഴ്ചയായിരിക്കുന്നത് ശ്രദ്ധിച്ചേ. പാപത്തിന്റെ കാഴ്ച നോക്ക്. അതാ നമ്മൾ വഹിക്കുന്നത്. നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. നിങ്ങൾ 7-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചേ. യേശുവിനെ കുറിച്ച് പറയുന്ന അടുത്ത വാക്ക് അവിടെയുണ്ട്. അവൻ മേഘാരൂഢനായി വരുന്നു. മേഘാരൂഢനായി വരുന്നു. ഈ പദങ്ങളെങ്ങും വേറെ പലയിടത്തും ഇല്ല കേട്ടോ. മേഘാരൂഢനായ ക്രിസ്തു മേഘാരൂഢനായി വരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. അവിടുന്ന് മേഘാരൂഢനായി വരുന്നു. ഒലിവുമലയിൽ മേഘങ്ങളിൽ എടുക്കപ്പെട്ടവൻ മേഘാരൂഢനായി വരുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള അടുത്ത വാക്ക 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. അടുത്തത്, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. അൽഫ, ഒമേഗ. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം അൽഫ, അവസാനത്തെ അക്ഷരം ഒമേഗ. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ, ഈറ്റ, തീറ്റ, അയോട്ട, കാപ്പ, ലാംഡ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ആൽഫ, അവസാനത്തെ അക്ഷരം ഒമേഗ. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അവരുടെ രീതി അനുസരിച്ച് അൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ ആദിയാണ് അന്തമാണ് എന്നാണ്. സകലത്തിൻ്റെയും ആദിയാണ് ദൈവം, സകലത്തിൻ്റെയും അവസാനമാണ് ക്രിസ്തു. ക്രിസ്തു ആദിയാണ്, ക്രിസ്തു അന്ത്യനാണ്. കരങ്ങൾ ഉയർത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടായി പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇതെല്ലാം പത്മോസിൽ വെളിപ്പെട്ട ക്രൈസ്റ്റ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത സത്യമാണ്. ആമേൻ. ഇനി അതിനകത്ത് ഒരു ഭാഗം കൂടെ പറഞ്ഞാലേ ഈ മെസ്സേജ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ സപ്തമുഖ ദർശനമാണ്. സപ്തമുഖ ദർശനം. നിങ്ങൾ എന്നോട് പോകണ്ടല്ലോ അല്ലേ? ആ ദർശനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. 12-ാം വാക്യം തൊട്ട്, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും ഞാൻ കണ്ടു. ഇനിയും പറയുന്നതാണ് ക്രൈസ്റ്റ് കേട്ടോ. അവിടുത്തെ ബാഹ്യ രൂപത്തെ നിങ്ങൾക്ക് കാണണോ? ഇങ്ങോട്ട് നോക്ക്. ഈ ക്രിസ്തു എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന ഫോട്ടോസൊക്കെ ഇല്ലേ, മൈക്കിളാഞ്ചലോയും ഡാവിഞ്ചിയും വരച്ച ഫോട്ടോയാണ്. 2 ക്യാമറ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന DSLR ടൈപ്പ് ക്യാമറയാണ്. അപ്പം ഇതുപോലൊരു ക്യാമറ മൈക്കിളാഞ്ചലോ എടുത്തോണ്ട് പോയിട്ട് കർത്താവിൻ്റെ ഫോട്ടോ എടുത്ത് അടിച്ചു വിട്ടേക്കുന്നതല്ല നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. മൈക്കിളാഞ്ചലോടും ഡാവിഞ്ചിയോടും ആരാണ്ട് പറഞ്ഞു യേശു ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അവരതനുസരിച്ച് വരച്ചു വെച്ചതാ. മനസ്സിലായില്ലേ? അതാ ഈ പല വലിപ്പത്തിലിരിക്കുന്നത്, പല രീതിയിലിരിക്കുന്നത്. ചില ഫോട്ടോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, യേശു ഭയങ്കര ക്ഷീണിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് എടുത്ത ഫോട്ടോയാണ്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുക. വേറൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ, പാറയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ജപ്തി നോട്ടീസ് വന്ന കൃഷിക്കാരനെ പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന യേശുവിനെ. പിന്നെ വേറൊരു യേശുവുണ്ട്. ഇവിടെ ഒരു ഹൃദയത്തിൻ്റെ പടം, അതിൻ്റെ പുറത്തൊരു കൊച്ചു മുള്ളുവേലി, അതിൻ്റെ പുറത്തൊരു തീപ്പൊരിയുമായിട്ടിരിക്കുന്ന യേശുവിനെ കണ്ടിട്ടില്ലേ? അപ്പം ഇതെല്ലാം മൈക്കിളാഞ്ചലോയുടെയും ഡാവിഞ്ചിയുടെയും സൃഷ്ടിയാണ്. ശരിക്കും കണ്ട ഒരുവൻ എഴുതി വെച്ചതാണ് ഈ 14-ാമത്തെ വാക്യം തൊട്ട് താഴോട്ടുള്ളത്. കണ്ട ആളാ. ഞാൻ ചോദിക്കട്ടെ, ഈ 14-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് എഴുതി വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ബാഹ്യ രൂപം നിങ്ങൾ ഏതെങ്കിലും ചിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ എഴുതേണ്ടത് വരയ്ക്കേണ്ടതൊട്ട് വരച്ചിട്ടുമില്ല, വരയ്ക്കേണ്ടാത്ത എല്ലാം വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡാവിഞ്ചിയുടെയും മൈക്കിളാഞ്ചലോയുടെയും ഈ ചിത്രത്തിലെല്ലാം കാണുന്ന ഒരു കോമൺ നേച്ചറുണ്ട്.
തലയ്ക്ക് ചുറ്റും ഒരു മഞ്ഞ പ്രകാശം ഉണ്ടെന്നുള്ളതാണ്. അത് മറ്റു പലരുടെയും തലയ്ക്ക് ചുറ്റും ഉണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. അപ്പം മഞ്ഞപ്രകാശത്തിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. വേറെ പലരുടെയും തലയ്ക്ക് ചുറ്റും മഞ്ഞപ്രകാശമുണ്ട്. അതെന്തിനാ? അതൊരു ദിവ്യത്വം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. സ്തോത്രം. ഇനി ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ നാമങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ്റെ തലയും തലമുടിയും വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. അവൻ്റെ തലയും തലമുടിയും വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം. വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇതാണ് ക്രൈസ്റ്റ്. പിതാവിന്റെ വലഭാഗം നമുക്ക് വേണ്ടി ഇരിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നേ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആ വാക്കൊന്ന് പറയാം. സ്തോത്രം. അവന്റെ തലയും തലമുടിയും വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. കണ്ണ് അഗ്നിജ്വാല, കാല് ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന്റെ സദൃശ്യം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇതാണ് ക്രൈസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത വാക്ക് എന്നാണെന്നറിയോ? അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടാൽ ആമേൻ, കർത്താവിൻ്റെ കാൽക്കൽ വീണു പോകും. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് അലക്ഷ്യത ഉണ്ടാകാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തെ അവിടുത്തെ വലുപ്പത്തിൽ നമുക്ക് അറിയത്തില്ല എന്നുള്ളതാ. ദൈവത്തെ ദൈവത്തിന്റെ വലുപ്പത്തിൽ ഒരാൾ തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, കാണേണ്ടതുപോലെ യേശുവിനെ കണ്ടാൽ അവിടുത്തെ കാൽക്കൽ വീഴും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോണം. കർത്താവേ, അങ്ങയുടെ വലുപ്പത്തിൽ അങ്ങേ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. എത്ര പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിക്കും. അങ്ങയുടെ ശ്രേഷ്ഠതയിൽ, അങ്ങയുടെ ഔന്നത്യത്തിൽ, അങ്ങയുടെ തികവിങ്കിൽ, അങ്ങയുടെ വലുപ്പത്തിൽ അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. എൻ്റെ കണ്ണുകൾക്ക് എല്ലാവരും ഉണ്ടോ? ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അടുത്ത ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനെ കണ്ടപ്പോൾ 24 മൂപ്പന്മാരും ജീവികളും എന്താ ചെയ്തതെന്നറിയാമോ? അവരുടെ കിരീടങ്ങളെ താഴെയിട്ടു കേട്ടോ. അവരുടെ കിരീടങ്ങളെ താഴെയിട്ട് അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ വീണിട്ട് അവന്റെ മുൻപിൽ വീണവനെ നമസ്കരിക്കുകയാണ്. എന്നെ പാടുന്നതെന്നറിയാമോ? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിലും സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശങ്ങളിലും ഉള്ളവരെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ അവിടുത്തെ വലുപ്പത്തിൽ കണ്ടാൽ, കർത്താവിനെ അവിടുത്തെ വലുപ്പത്തിൽ കണ്ടാൽ അവിടുത്തെ മുൻപിൽ വീണുപോകും. അതാ നമ്മൾ പാടിയത്, വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ. ഇന്ന് രാത്രി അവിടുത്തെ വലുപ്പം കണ്ട്, അവിടുത്തെ ശ്രേഷ്ഠത കണ്ട്, അവിടുത്തെ ഔന്നത്യം കണ്ട്, അവിടുത്തെ മഹിമ കണ്ടിട്ട് അവിടുത്തെ കാൽക്കൽ വീഴുന്ന ഒരാത്മതലം ഈ രാത്രി നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യെശയ്യാവിന് അതാ സംഭവിച്ചത്, ഇയ്യോബിന് അതാ സംഭവിച്ചത്. കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടു, കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടു, കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടു. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴേ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. അടുത്ത വാക്ക് എന്നറിയാമോ? അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിൽ കിടന്ന് അനുദപിക്കുക. കർത്താവിനെ വലുപ്പത്തിൽ കണ്ടപ്പോൾ തന്നെത്താൻ വെറുത്തു. അങ്ങനെ എഴുതി, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുക. യോബേ, നിങ്ങൾ പാപം ചെയ്തിട്ടാണോ അനുദപിക്കുന്നത്? അല്ലല്ല, ദൈവത്തെ കണ്ടതാ. യെശയ്യാ പ്രവാചകൻ എന്നാ സംഭവിച്ചത്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടപ്പോൾ
6 ചിറകുകളുള്ള സെറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ പരിശുദ്ധൻ 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 എന്നാർക്കുന്നത് കേട്ടപ്പോൾ ആ അന്തരീക്ഷത്തിൽ യെശയ്യാവ് അറിയാതെ നിലവിളിച്ചു പോയി, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ. യെശയ്യാവേ, നിങ്ങൾ പാപം ചെയ്തിട്ടാണോ? അല്ല. ദൈവഭക്തന്മാരെ എല്ലാം കണ്ടോ? ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ വലുപ്പത്തിൽ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയിൽ അവർ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ സർവ്വതും മറന്ന് കർത്താവിൻ്റെ മുൻപിൽ വീണ് കിടന്ന് ആരാധിക്കുക. ഇന്ന് രാത്രി നടന്നു വരുന്ന ഈ യോഗത്തിനകത്ത് യേശുവിനെ അല്ലാതെ വേറെ ആരാ പ്രിയരെ ഞാൻ പറയേണ്ടത്? ഇന്ന് രാത്രി എൻ്റെ പ്രാപ്തിക്കകത്ത് നിന്ന് ഈ യേശുവിനെ ഞാൻ ഉയർത്തുക. ഈ രാത്രി യേശുവിൻ്റെ മുൻപിൽ സറണ്ടറാകാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? നിങ്ങൾ ഈ ഭൂമിയിലുള്ള സകല മഹാന്മാരെയും, നിങ്ങൾ പറയുന്ന സകല വലിയ പുള്ളികളെയും നിരത്തി വെച്ചേ എന്നിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ആരുണ്ട് യേശുവേ അങ്ങയെ പോലെ? ആരുണ്ട്? 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 ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടില്ലേ, അങ്ങയെ പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങയെ പോലെ ദൈവമേ ആരുള്ളീ ലോകേ. ഇല്ലെന്ന്. നന്നായിട്ട് കേട്ടോണം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു സുവിശേഷ യോഗത്തിൽ വരുന്നത്. പക്ഷെ ഞാൻ പറയും, യേശുവിനെ പോലെ വേറൊരാളില്ല. അതുകൊണ്ട് രാമലിംഗപിള്ള ഡിക്ഷണറി എഴുതിയപ്പോൾ യേശുവിനെ കുറിച്ച് എഴുതിയ രക്ഷകൻ, ഉദ്ധാരകൻ, പ്രാണദാതാവ്, മോക്ഷദാതാവ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഡിക്ഷണറി നോക്കിക്കോ, സേവിയർ എന്നുള്ള ആ വാക്ക് നിങ്ങൾ പരിശോധിച്ചോ. യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. രക്ഷകൻ, ഉദ്ധാരകൻ, പ്രാണദാതാവ്, മോക്ഷദാതാവ്. രക്ഷകൻ വേറില്ല. ഞാൻ പറഞ്ഞല്ല, രാമലിംഗപിള്ള പറഞ്ഞതാ. പ്രാണദാതാവ് വേറില്ല, രാമലിംഗപിള്ള പറഞ്ഞതാ. ഉദ്ധാരകൻ, മോക്ഷദാതാവ് വേറൊരുത്തനുമില്ല, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. രക്ഷകൻ യേശുവാണ്, ഉദ്ധാരകൻ യേശുവാണ്, പ്രാണദാതാവ് യേശുവാണ്, മോക്ഷദാതാവ് യേശുവാണ്. ആ നാമം ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, യേശു. യേശുവാണ് രക്ഷകൻ, യേശുവാണ് ഉദ്ധാരകൻ, യേശുവാണ് പ്രാണദാതാവ്, യേശുവാണ് മോക്ഷദാതാവ്. വേറൊരുത്തനുമല്ല. രാമലിംഗപിള്ളയെ പോലെ ഒരു ബുദ്ധിരാക്ഷസൻ അത് പറയണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാ, യേശുവാണ് രക്ഷകൻ. ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിനെ അവിടെ ഉയർത്തിക്കാട്ടുക. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിന്നെ വിടിവിക്കുവാൻ കഴിയുന്നവനെ, നിന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്നവനെ, നിന്നെ ആദരിക്കുവാൻ കഴിയുന്നവനെ, നിന്റെ ശാപത്തിൻ്റെ കടുംകെട്ടുകളെ മുറിച്ചു കളഞ്ഞിട്ട്, നിന്റെ രോഗത്തിൻ്റെ കുരുക്കുകളെ അഴിച്ചു കളഞ്ഞിട്ട്, നീ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സകല തകർച്ചകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ ആദരിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിനെ ഇവിടെ ഉയർത്തിക്കാട്ടുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ വേറൊരുവനില്ല. അതുകൊണ്ട് വചനത്തിൽ വായിക്കുന്ന യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ആരുണ്ട്? ഇതുപോലെ വേറൊരുത്തനില്ല, നീ അല്ലാതെ ഒരു പാറയുമില്ല എന്ന് ബൈബിൾ പറയുന്നു. യേശുവാണ് വിടുവിക്കുവാൻ കഴിയുന്നവൻ. ഇന്ന് രാത്രി സറണ്ടർ ആകാൻ, യേശുവേ ഇനിയും എനിക്കൊരായുസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയാൻ, യേശുവേ ഹല്ലേലൂയ എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ ഇന്ന് രാത്രി ഇവിടെ ആരുണ്ട്? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി. യേശു ക്രിസ്തു നൽകുന്ന പാപപരിഹാരത്തിന് ഞാൻ ഇടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞതുപോലെ അർപ്പണങ്ങൾ വേണ്ട പ്രിയരെ, തർപ്പണങ്ങൾ വേണ്ട പ്രിയരെ. യേശു നൽകുന്ന പാപപരിഹാരം അനുഭവിപ്പാൻ ആമേൻ നേർച്ചകളും കാഴ്ചകളും വേണ്ട, യാഗങ്ങൾ അർപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഈ പറയുന്നതൊന്നും യേശുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കാൻ ആവശ്യമില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് യേശുവേ എന്നെ രക്ഷിക്കണമെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി നിന്റെ പാപത്തിന്റെ കുറ്റത്തെ പോക്കി നിന്റെ പ്രശ്നങ്ങളെ നിന്റെ മുൻപിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട്, നീ ചുമന്നുകൊണ്ട് നടന്ന നിന്റെ ചുമടുകളെ നിന്റെ തലമേൽ നിന്ന് നീക്കിയിട്ട്, നിന്റെ ഹൃദയ ഭാരത്തെ നിന്നിൽ നിന്ന് എടുത്തു കളഞ്ഞ്, മരിക്കണമെന്നുള്ള നിന്റെ നിരാശ നിറഞ്ഞ ചിന്തകളെ നിന്നിൽ നിന്ന് അപ്പാടെ നീക്കിക്കളഞ്ഞ്, ഒന്നിനു പുറകെ ഒന്നൊന്നായി നീ അനുഭവിച്ച നിരാശയുടെ ആഘാതങ്ങളെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട്, ഈ രാത്രി ആദിയോടെന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രം
മാത്രമായതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് സറണ്ടർ ആക്.